വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ വരാൻ പോകുന്ന 10th മെയിൻസിന്റെ പരീക്ഷകൾക്ക് എങ്ങനെയാണ് മാത്സിനകത്തെ ചോദ്യങ്ങൾ വരുന്നത്, ആ ചോദ്യങ്ങൾ, അതായത് മുൻ വർഷങ്ങളിൽ കഴിഞ്ഞു പോയ ചോദ്യങ്ങളുടെ ഈ വരാൻ പോകുന്ന 10th മെയിൻസിന്റെ പരീക്ഷയ്ക്ക് അതേ നിലവാരത്തിലുള്ള ചോദ്യങ്ങളുടെ പരിചയപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന വലിയൊരു പരീക്ഷയാണ് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന 10th മെയിൻസ് എന്ന് പറയുന്ന പരീക്ഷ. സെക്രട്ടേറിയറ്റ് OA മാത്രമല്ല, ലാബ് അസിസ്റ്റന്റ്, അതേപോലെ സ്റ്റോർ കീപ്പർ ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട കുറെ അധികം പരീക്ഷകളാണ് നമ്മുടെ മുമ്പിലേക്ക് ഇനി 2025 വരാൻ നിൽക്കുന്നത്. അതിലെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന പരീക്ഷ. അപ്പൊ ഈ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതായത് മെയ് 21 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിലെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയായിട്ട് കേൾക്കുന്നത്. ഇവിടെ ആ ഒരു ചുരുങ്ങിയ ദിവസങ്ങൾ, അതായത് 20-ൽ താഴെ വരുന്ന ഈ ഒരു ചുരുങ്ങിയ ദിവസങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സിലബസിനോട് നീതി പുലർത്തുന്ന രീതിയിൽ ഭംഗിയായിട്ട് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഈ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന പരീക്ഷ നേടിയെടുക്കുവാൻ വലിയൊരു ബുദ്ധിമുട്ട് വരുത്തില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നല്ല ആത്മാർത്ഥമായിട്ട് പരമാവധി സമയം പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തി മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ പരീക്ഷ ഭംഗിയായിട്ട് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും ഈ വരാൻ പോകുന്ന പരീക്ഷ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ LD പരീക്ഷയിലെ ചെറിയ മാർക്കിന് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്ക് ഒരു വലിയ സുവർണ അവസരമാണ് ഈ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന പരീക്ഷ. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ലാബ് അസിസ്റ്റന്റ്, സ്റ്റോർ കീപ്പർ ഉൾപ്പെടെയുള്ള 10th മെയിൻസിന്റെ പരീക്ഷകൾ വരുവാണ്. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമ്മുടെ 10th പ്രിലിംസിന്റെ പരീക്ഷ 2025 10th പ്രിലിംസിന്റെ പരീക്ഷയിലേക്ക് വീണ്ടും കാലെടുത്ത് വെക്കുവാണ്. സോ അങ്ങനെ പരീക്ഷകളുടെ ഒരു കാലയളവ് തന്നെയാണ് 2025 എന്ന് പറയുന്ന വർഷം. ഈ 2025 എന്ന് പറയുന്ന വർഷത്തിന് ഒരുപാട് പ്രത്യേകതകളാണ് ഇത്തവണ ഉള്ളത്. അതായത് കഴിഞ്ഞ ഒരു 10 വർഷത്തെ കാലയളവ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നു പോയതും ഏറ്റവും കൂടുതൽ പരീക്ഷകൾ കടന്നുപോയതുമായ ഒരു വർഷമായിരുന്നു 2025 എന്ന് പറയുന്ന വർഷം. അപ്പൊ 2025 എന്ന് പറയുന്ന വർഷം നമ്മുടെ ജീവിതത്തിലെ ഒരു ജോലി നേടിയെടുത്ത ഒരു വർഷമായി മാറി എന്ന് ചരിത്രം രേഖപ്പെടുത്തുവാനുള്ള വലിയൊരു അവസരം കൂടിയാണ് ഈ ഒരു അവസരം എന്ന് പരമാവധി നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയിലുണ്ടാവണം. ഈ ഒരു അവസരം പിന്നീട് ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ല. സോ അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും സർവീസിലേക്ക് കയറുക എന്നുള്ള വലിയൊരു ദൗത്യം ഈ വർഷത്തോടുകൂടി പൂവണിയണം എന്നുള്ള ആ ഒരു ബോധം നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം എന്നുകൂടി ഞാൻ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുവാണ്. വരാൻ പോകുന്ന 10th മെയിൻസിന്റെ പരീക്ഷകളുടെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ LDയുടെ അതേ സിലബസ് ആയതുകൊണ്ട് LD പരീക്ഷകൾക്ക് തയ്യാറെടുത്തു പോയ സമയത്ത് ചെറിയ പിഴവിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലെ ഒരുപാട് ബാക്കിലേക്ക് വരികയോ ചെയ്തവരുണ്ടെങ്കിൽ, അതായത് കട്ട് ഓഫിനേക്കാളും നല്ല മാർജിനാണ് നിങ്ങളുടെ മാർക്കിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കട്ട് ഓഫിനോട് അടുത്താണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ വരാൻ പോകുന്ന 10th മെയിൻസിന്റെ പരീക്ഷകൾക്ക് മാത്സിനകത്തെ ചോദ്യങ്ങൾ വളരെ നിർണായകമാണ്. മാത്സിന് 10 ചോദ്യങ്ങളാണ്, അതേപോലെ മലയാളത്തിൽ നിന്ന് 10 ചോദ്യങ്ങളും ഇംഗ്ലീഷിൽ നിന്ന് 10 ചോദ്യങ്ങളുമാണ്. ആ 30 മാർക്ക് വളരെ നിർണായകമാണെന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ നമ്മുടെ ഈ പരീക്ഷകൾക്ക് മാത്സിനകത്തെ ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കും എന്ന് നമ്മൾ ഒരു മുൻ വർഷ ചോദ്യപേപ്പർ എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2024 നടന്നുപോയ ഒരു പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ബോർഡിൽ കാണുന്നത്. ചോദ്യം ഇതായിരുന്നു: പൈതഗോറസ് ത്രികങ്ങൾ അല്ലാത്തതേത് എന്നാണ് ചോദ്യം. നമ്മൾ എപ്പോഴും ത്രികോണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് 6 തരത്തിലുള്ള ത്രികോണങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ക്ലാസ്സിൽ പരിചയപ്പെട്ട് പഠിക്കാറുണ്ട്. അത്തരത്തിലെ പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ പഠിക്കാറുണ്ട്. അതായത് മട്ടത്രികോണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് പറയുന്ന വാക്ക്.
സോ പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളാകണമെങ്കിൽ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. എസ്പെഷ്യലി മട്ടത്രികോണത്തിന്റെ വശങ്ങളാകണമെങ്കിൽ നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചു വെക്കാറുണ്ട്. പൈതഗോറസ് തിയറം അംഗീകരിക്കണം എന്ന് പഠിക്കാറുണ്ട്. സോ പൈതഗോറസ് തിയറം നമുക്ക് എല്ലാവർക്കും അറിയാം. കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് ഇക്വേഷൻ. സോ ഈ ഒരു തിയറം, അതായത് പൈതഗോറസ് തിയറം അംഗീകരിക്കുന്ന 3 സംഖ്യകളെ പറയുന്ന പേരാണ് പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് പറയും. മലയാളത്തിലെ പൈതഗോറിയൻ അല്ലെങ്കിൽ പൈതഗോറസ് ത്രികങ്ങൾ എന്ന് പറയും. സോ അപ്പൊ ഇതാണ് ചോദ്യം. ഇതാണ് താഴെ തന്നിരിക്കുന്നവയില് പൈതഗോറിയൻ ട്രിപ്ലറ്റ് അല്ലാത്തതേത് എന്നാണ് ചോദ്യം. അപ്പൊ ഇതിനകത്ത് 3 എണ്ണം പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണെന്ന് ഓർമ്മയിൽ വരണം. അല്ലാത്തതേത് എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ ഐഡിയ എപ്പോഴും വേണേ. പിന്നെ ഒരു എക്സ്പെഷ്യലി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വശങ്ങളുടെ അംശബന്ധം, സൈഡിന്റെ റേഷ്യോ, വശങ്ങളുടെ അംശബന്ധം 3 അംശബന്ധം 4 അംശബന്ധം 5 ആണെങ്കിൽ, വശങ്ങളുടെ അംശബന്ധം 3 അംശബന്ധം 4 അംശബന്ധം 5 ആണെങ്കിൽ പിന്നെ നിങ്ങൾ കണ്ണും പൂട്ടി പറയാം അത് എന്തായാലും നമ്മുടെ പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ആ 3, 4, 5ന്റെ അംശബന്ധങ്ങൾ വരുന്ന എല്ലാ അളവുകളും നമ്മുടെ ഈ പറയുന്ന നമ്മുടെ മട്ടത്രികോണത്തിന്റെ വശങ്ങളായിട്ട് അംഗീകരിക്കാവുന്നതാണ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, വശങ്ങള് 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മട്ടത്രികോണത്തിന്റെ വശങ്ങളാണ്. സോ മട്ടത്രികോണത്തിന്റെ വശങ്ങളാണെങ്കിൽ അതിന് നമുക്ക് പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പൈതഗോറിയൻ ത്രികങ്ങൾ എന്ന് പറയാം. അപ്പൊ ഇത് ഒരെണ്ണം ഓക്കെയാണ്. അടുത്തത് 3, 2, 6, 4, 2, 8, I 2, 10. അതായത് 6, 8, 10 വന്നു കഴിഞ്ഞാല് അത് പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണെന്ന് പറയണം. അതേപോലെ 3, 3, 9, 4, 3, 12, I 3, 15 ഇതും പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. അല്ലെങ്കിൽ 3, 4, 12, 4, 16, I 4, 20 ഇതും പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. ഇങ്ങനെ നിങ്ങൾ മൾട്ടിപ്പിൾ എടുത്ത് പോകുന്നതെല്ലാം പൈതഗോറിയൻ ട്രിപ്ലറ്റുകൾ ആയിരിക്കും, അല്ലെങ്കിൽ മട്ടത്രികോണത്തിന്റെ വശങ്ങളായിരിക്കും എന്നുള്ള സാമാന്യ അറിവ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കണം. ഇനി ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ആകാവൂ എന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് വശങ്ങളുടെ അംശബന്ധം 3 അംശബന്ധം 4 അംശബന്ധം 5 ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മട്ടത്രികോണം ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്, അങ്ങനെ ആണെങ്കിലേ ആകാവൂ എന്ന് ഞാൻ പറഞ്ഞില്ല. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ വൃത്തിയായിട്ട് ഒരു ബുക്കിനകത്തേക്ക് എഴുതി വെച്ചിട്ട് പോണം. ഇനി ഇവിടെ എന്തായാലും 3, 4, 5 പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. സംശയം ഉണ്ടെങ്കിൽ 5ന്റെ സ്ക്വയർ എത്ര? നമുക്കറിയാം പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആകണമെങ്കിൽ കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ അംഗീകരിച്ചാലും മതി. അപ്പോൾ പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആയിരിക്കണമെങ്കിൽ കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു അടിസ്ഥാന ഇക്വേഷൻ അംഗീകരിക്കുകയാണെങ്കിൽ ആ 3 സംഖ്യകൾ നമ്മൾക്ക് പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് പറയാം. ഇവിടെ മാത്രമല്ല, ഏറ്റവും നീളം കൂടിയ വശം എന്ന് പറഞ്ഞാൽ അത് കർണമാണെന്നും ഓർമ്മയിൽ ഉണ്ടാവണം. ഇവിടെ 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. എടാ 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാല് 16 ആണ്. 9ഉം 16ഉം കൂടെ കൂട്ടുമ്പോൾ 25 കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് 3, 4, 5 വന്നു കഴിഞ്ഞാല് കണ്ണും പൂട്ടി പറയാം എന്താണെന്ന്, അത് പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്, അല്ലെങ്കിൽ മട്ടത്രികോണത്തിന്റെ വശങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അത് ഓർമ്മയിൽ ഉണ്ടാവണം. നമുക്ക് വേണ്ടത് എന്തുവാ? അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇനി 8 ഉണ്ട്, 7 ഉണ്ട്, 3 ഉണ്ട്. 8ന്റെ സ്ക്വയർ എത്ര? നമുക്കറിയാം 8ന്റെ സ്ക്വയർ 64 അല്ലേ? ആണ്. അതാണല്ലോ ഏറ്റവും നീളം കൂടിയ വശം. അതവിടെ മാറ്റി നിർത്ത്. 7ന്റെ സ്ക്വയർ എത്ര? 49 അല്ലേ? 3ന്റെ സ്ക്വയർ എത്ര? 3ന്റെ സ്ക്വയർ 9. 49ഉം 9ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് 58 അല്ലേ വരുന്നത്? 64 കിട്ടിയോ? ഇല്ല. അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ വന്നില്ലല്ലോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് പൈതഗോറിയൻ ട്രിപ്ലറ്റ് അല്ലെന്ന് പറഞ്ഞൂടെ?
നമുക്കല്ലാത്തത് ഏത് എന്നല്ലേ ചോദിച്ചതും. അപ്പൊ ഉത്തരം ഓപ്ഷൻ എ തന്നെ ആയിരുന്നു ആൻസർ. ഇത്രേ ഉള്ളൂ പരിപാടി. ചോദ്യകർത്താവ് ചോദിച്ചത് പൈതഗോറൻ ട്രിപ്ലറ്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ പൈതഗോറസ് തിയറം അംഗീകരിക്കാത്ത 3 സംഖ്യകൾ ഓപ്ഷനകത്ത് ഉണ്ടാവും. അതായിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് നോട്ട് ചെയ്യണം. ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതി അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് പൈതഗോറൻ ട്രിപ്ലറ്റ് അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ പൈതഗോറൻ ട്രിപ്ലറ്റ് ഏത് എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയില് മട്ടത്രികോണത്തിന്റെ വശങ്ങളാകാൻ സാധ്യതയുള്ള അളവുകൾ ഏത്, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ മട്ടത്രികോണത്തിന്റെ വശങ്ങളാകാൻ സാധ്യതയില്ലാത്ത അളവുകൾ ഏവ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. ഇനി നമുക്ക് അത്രമാത്രം കാര്യങ്ങൾ മാത്രം അവിടെ ഓർത്തിരിക്കാനുള്ളൂ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ വന്നു ബോർഡില് നോക്കിയേ. ഈ ഒരു ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് നമ്മുടെ ബോർഡ് മാസ് റൂളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യനകത്ത് പ്ലസ്, മൈനസ്, ഗുണനം, ഹരണം ഈ 4 എണ്ണമാണല്ലോ നമുക്കുള്ളത്. പ്ലസ് ഉണ്ടാവും, മൈനസ് ഉണ്ടാവും, ഗുണനം കാണും, ഹരണം കാണും. എടാ 2ഓ 2-ലധികമോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, 2ഓ 2-ലധികമോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒരു ചോദ്യത്തിനകത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഇവിടെ പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, ഗുണനം ഉണ്ട് അല്ലേ. 2ഓ 2-ലധികമോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒരു ചോദ്യത്തിനകത്ത് കാണുവാണെങ്കിൽ നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും പൂട്ടിയൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് റൂൾ ഉപയോഗിക്കണം? അവിടെ നമ്മൾ ബോർഡ് മാസ് റൂൾ എന്ന് പറയുന്ന റൂൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് ഓർമ്മയിൽ ഉണ്ടാവണം. അതായത് നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ പാടില്ല. അതിന് കൃത്യമായ റൂൾ ഉണ്ട്. ആ റൂളാണ് ബോർഡ് മാസ് റൂൾ എന്ന് പറയും. അതായത് ആദ്യം നിങ്ങൾ ബ്രാക്കറ്റ് ചെയ്യണം, അതിനുശേഷം ഓഫ് ചെയ്യണം, പിന്നെ വരുന്നത് ഡിവിഷൻ ആണ്, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ, അതിനുശേഷം അഡീഷൻ, ഏറ്റവും അവസാനം മാത്രമേ സബ്ട്രാക്ഷൻ ചെയ്യാൻ പാടുള്ളൂ. ഈ റൂളിനെയാണ് നമ്മൾ ബോർഡ് മാസ് റൂൾ എന്ന് പറയും. ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ ചോദ്യത്തിനകത്ത് എവിടെയെങ്കിലും ബ്രാക്കറ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ ബ്രാക്കറ്റ് ആണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ ബ്രാക്കറ്റ് ഇല്ലല്ലോ, ഇല്ല. ഓഫ് എന്ന് പറയുന്ന വാക്കുണ്ടോ? ഇവിടെ മക്കളെ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാളത്തിലെ ഇന്റെ അല്ലെങ്കിൽ യുടെ എന്ന് പറയും. ഈ സാധനം ക്വസ്റ്റിനകത്ത് എവിടെങ്കിലും ഉണ്ടോ നോക്കുക. ഇല്ലല്ലോ. അപ്പോ ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല. ഡിവിഷൻ ഉണ്ടോ? അതായത് ഹരണം സിമ്പൽ ഉണ്ടോ? ഇല്ല. അപ്പൊ അതും ഇല്ല. അപ്പൊ അതില്ല. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഗുണനം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഗുണനം നോക്കുന്ന സമയത്ത് എത്ര ഉണ്ടെങ്കിലും ചെയ്യാം. ഞാൻ നോക്കുന്നതാണ് ഇവിടെ ഒരു ഗുണനം കിടപ്പുണ്ട് കണ്ടോ. അതേപോലെ കണ്ടേ ഇവിടെയും ഒരു ഗുണനം കിടപ്പുണ്ട്. ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് അങ്ങ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഗുണനം മാത്രമേ ചെയ്യാവുള്ളൂ, വേറൊന്നും ചെയ്യാൻ പാടില്ല. എത്ര ഗുണനം ഉണ്ടെങ്കിലും ചെയ്യാം, പക്ഷേ ഗുണനം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ ഹരണം ചെയ്യുമ്പോൾ എത്ര ഹരണം ഉണ്ടെങ്കിലും ഒറ്റയടിക്ക് ചെയ്യാം, പക്ഷേ ഹരണം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ ഗുണനമാണ്, അത് മാത്രമേ ചെയ്യാവുള്ളേ. ബാക്കിയുള്ളതെല്ലാം അതുപോലെ എഴുതണേ. 5 അതുപോലെ തന്നെ എഴുതി. പ്ലസ് 2 3 കൂടെ ഗുണിച്ചാൽ എത്ര? 2 × 3 6. മൈനസ് 1/2 6 കൊണ്ട് ഗുണിച്ചാൽ എത്ര? നമ്മൾ മനസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, സൈഡിലോട്ട് മാറ്റി ചെയ്താൽ മതി. 1/2 6 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ മക്കളെ 2ന്റെ 3ാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 6. 2നെ 3 കൊണ്ട് ഗുണിക്കുമ്പോഴാണല്ലോ 6 കിട്ടുന്നത്. അപ്പൊ 1 × 3 എത്ര? 3 എന്ന് വരും. അപ്പോൾ ആ ഒരു ഭാഗം ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം എത്ര? 3 എന്ന് വരും. അങ്ങനെ മൾട്ടിപ്ലിക്കേഷനും കഴിഞ്ഞു. ഇനി നമുക്ക് എന്തോ ഉള്ളത്? അഡീഷൻ, സബ്ട്രാക്ഷൻ. അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ക്വസ്റ്റിനകത്തുള്ളെങ്കിൽ പിന്നെ നിങ്ങൾ റൂളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്താണ് ഞാൻ പറഞ്ഞത്? ഒരു ക്വസ്റ്റിനകത്ത് അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ റൂള് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതായത് ഇവിടെ നോക്കിയേ, അഡീഷനും സബ്ട്രാക്ഷനും മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റൂൾ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതായത്
ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടോ റൈറ്റിൽ ലെഫ്റ്റിലോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇപ്പൊ നമ്മൾ നോക്കിയേ, 5ഉം 6ഉം കൂടെ കൂട്ടി എത്ര? 11 അല്ലേ? ആ 11 3 കുറച്ച എത്ര? 8. ഉത്തരം 8 വരും. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. അപ്പോൾ ചുരുക്കി പറഞ്ഞാല് ബോർഡ് മാസ് റൂളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നിലധികം ചോദ്യങ്ങൾ വരെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൂടി നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങൾ സൂക്ഷിക്കണം. മാത്സിനകത്തെ എല്ലാ ചാപ്റ്ററുകളും നമുക്ക് പഠിക്കുവാനുള്ളതാണ്. സോ അതുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് മുൻ വർഷങ്ങളിൽ 2021 മുതൽ 2024 വരെ വിവിധ 10th പ്രിലിംസ് മെയിൻസ് പരീക്ഷകളിലെ ചോദിച്ചു പോയ എല്ലാ ചോദ്യങ്ങളും എടുത്ത് വൃത്തിയായിട്ട് ചെയ്തു പഠിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പതിയെ കാലെടുത്ത് വെക്കുവാണ്. ഇതാണ്ടേ LCM HCF എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്. ദശാംശ സംഖ്യകളുടെ കണ്ടോ LCM കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. കുറെ അധികം ദശാംശ സംഖ്യകൾ തന്നിട്ട് അതിന്റെ LCM കണ്ടുപിടിക്കാനോ HCF കണ്ടുപിടിക്കാനോ ചോദിച്ചാല് ആദ്യം ചെയ്യേണ്ടത് അതിനെ എണ്ണൽ സംഖ്യകളാക്കി മാറ്റണം, എണ്ണൽ സംഖ്യകളാക്കി മാറ്റണം, എണ്ണൽ സംഖ്യകളാക്കി മാറ്റണം. ഇവിടെ നോക്കിയേ, ഒരാള് 0.5, ഓക്കെ, അടുത്തവൻ 0.25, അടുത്തവൻ 0.35. ആദ്യം ചെയ്യേണ്ട പരിപാടി എന്തുവാ? എണ്ണൽ സംഖ്യകളാക്കി മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എണ്ണൽ സംഖ്യകളാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യക്ക് ഒരു പോയിന്റ് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ 10 കൊണ്ട് ഗുണിച്ചാൽ അത് എണ്ണൽ സംഖ്യയായിട്ട് മാറത്തില്ലേ? 0.7 10 കൊണ്ട് ഗുണിച്ചാൽ 7 അല്ലേ? 0.3 10 കൊണ്ട് ഗുണിച്ചാൽ 3 അല്ലേ? 0.2 10 കൊണ്ട് ഗുണിച്ചാൽ 2 അല്ലേ? അതായത് ഒരു സംഖ്യക്ക് ഒരു ദശാംശ സ്ഥാനമേ ഉള്ളെങ്കിൽ 10 കൊണ്ട് ഗുണിച്ചാൽ അത് എണ്ണൽ സംഖ്യയായിട്ട് മാറി. ഒരു സംഖ്യക്ക് 2 ദശാംശ സ്ഥാനം ഉണ്ടെങ്കിൽ 100 കൊണ്ട് ഗുണിച്ചാൽ അത് എണ്ണൽ സംഖ്യയായിട്ട് മാറി. ഒരു സംഖ്യക്ക് 3 ദശാംശ സ്ഥാനം ഉണ്ടെങ്കിൽ 1000 കൊണ്ട് ഗുണിച്ചാൽ അതൊരു എണ്ണൽ സംഖ്യയായിട്ട് മാറും. ഇവിടെ നോക്കിക്കേടാ, ഇവിടെ ഒരു ദശാംശം, 2, ഇവിടെ 2. അപ്പൊ നിങ്ങൾ പറയും സാറേ എന്നാ ഒരു കാര്യം ചെയ്യും, ഇവനെ 10 കൊണ്ട് ഗുണിച്ചിട്ട് ലവമാര് 2 പേരെ 100 കൊണ്ട് ഗുണിച്ചാൽ പോരെ എന്നൊരു സംശയം നിങ്ങൾക്ക് വരും. പക്ഷെ അങ്ങനെ പറ്റത്തില്ല. നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം എടുത്ത് ഒരുപോലെ ചെയ്യണം. അതാണ് റൂള്. അല്ലാതെ അവിടെ 10 കൊണ്ട് ഗുണിച്ച് അവിടെ 100 കൊണ്ട് ഗുണിച്ച് ഇവിടെ 1000 കൊണ്ട് ആ പരിപാടി പറ്റത്തില്ല. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ പരിപാടി എല്ലാവരും ഒരുപോലെ ചെയ്യണം. അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഏറ്റവും കൂടുതൽ ദശാംശം എവിടെ ഉള്ളത്? 2 അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യും, എല്ലാവന്മാരെയും 100 കൊണ്ട് അങ്ങ് ഗുണിക്കുക. അപ്പൊ ആ പ്രശ്നം തരും. എല്ലാവരെയും ഏറ്റവും കൂടുതൽ ദശാംശം എവിടെയാണോ അത് നോക്കിയാൽ മതി. അപ്പൊ ഏറ്റവും കൂടുതൽ ദശാംശം 2 ആണ്. സോ 2 മാറണമെങ്കിൽ 100 കൊണ്ട് ഗുണിക്കണം. അതായത് എല്ലാവരെയും 100 കൊണ്ട് ഗുണിക്കുക, എല്ലാവരെയും 100 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഒരു കാര്യം ചെയ്യും, എന്താണ്ടേ ഇവനെ 100 കൊണ്ട് ഗുണിച്ചു, ഇവനെയും 100 കൊണ്ട് ഗുണിച്ചു, എന്താണ്ടേ ഇവനെയും 100 കൊണ്ട് ഗുണിക്കുക. 0.5നെ 100 കൊണ്ട് ഗുണിച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കാൻ 2 സ്ഥാനം വലത്തോട്ട് മാറ്റി കുത്തിട്ടാ പോരെ? അല്ലെങ്കിൽ ഒരു സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 2 തവണ 10 കൊണ്ട് ഗുണിച്ചാലും പോരെ? അപ്പോൾ 0.5നെ 10 കൊണ്ട് ഗുണിച്ചാല് 5 വരും. പിന്നെയും 10 കൊണ്ട് ഗുണിച്ചാല് 5നെ 10 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 50 വരും. അത്രേ ഉള്ളൂ. ഒരു സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 2 തവണ 10 കൊണ്ട് ഗുണിച്ചാലും മതി. അപ്പൊ 0.5നെ 10 കൊണ്ട് ഗുണിച്ച 5, ആ 5നെ വീണ്ടും 10 കൊണ്ട് ഗുണിച്ചാൽ 50 എന്ന് വരും. അടുത്തത് 0.25നെ 100 കൊണ്ട് ഗുണിച്ചാല് 25 വരും. 2 സ്ഥാനം വലത്തോട്ട് മാറ്റി കുത്തി. 0.35നെ 100 കൊണ്ട് ഗുണിച്ചാല് 35 എന്ന് വരും. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് എല്ലാവരെയും 100 കൊണ്ട് ഗുണിച്ചു എന്നുള്ളതാണ്. അതായത് ആ പോയിന്റ് ഉള്ള സംഖ്യകളുടെ എല്ലാം പോയിന്റ് മാറ്റാൻ വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടി നമ്മൾ ചെയ്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? ഇവന്മാരുടെ 3 പേരുടെയും കൂടെ LCM കണ്ടുപിടിക്കണം, ലസാഗു കണ്ടുപിടിക്കണം. 50, 25, 35. പഴയ പരിപാടി. 25 തിരിച്ചെഴുതിയാലും മറിച്ചെഴുതിയാലും കുഴപ്പമില്ല. 25, 35, 50.
LCM കണ്ടുപിടിക്കുക. LCM കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്തുവാ? ഘടകക്രിയ ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പൊ എല്ലാവരെയും 5 കൊണ്ട് അങ്ങ് ഘടകക്രിയ ചെയ്യാം. 5 കൊണ്ട് ഹരിച്ചു. 25-നെ 5 കൊണ്ട് ഹരിച്ച 5 ആണ്. 35-നെ 5 കൊണ്ട് ഹരിച്ച 7 വരും. 50-നെ 5 കൊണ്ട് ഹരിച്ചാലേ 10 വരും. 10 5 50. വീണ്ടും 5 കൊണ്ട് ചെയ്യാം. 5-നെ 5 കൊണ്ട് ഹരിച്ച 1 വരും. 7-നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുകയല്ല. അതുകൊണ്ട് നമ്മൾ 7 നൈസായിട്ട് താത്തിറക്കി. 10-നെ 5 കൊണ്ട് ഹരിച്ചാൽ 2 വരും. ഇനി ഘടകക്രിയ ചെയ്യാനുണ്ടോ? ഇല്ല. സോ ഇവിടെ 5ഉം 7ഉം കൂടെ ഗുണിച്ചാൽ 35 അല്ലേ? ആ 35ഉം ഈ 10ഉം കൂടെ ഗുണിച്ചാൽ എത്ര? 350 വരും. അങ്ങനെ LCM നമുക്ക് 350 എന്ന് കിട്ടി. 350. എടാ മക്കളെ, ഇങ്ങനെ ഒരു ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടി ചെയ്തായിരുന്നു. എന്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തത്? അതായത് എല്ലാവരെയും 100 കൊണ്ട് ഗുണിച്ചു. അതൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ അതിന്റെ റിവേഴ്സ് അഡ്ജസ്റ്റ്മെന്റ് താഴെ ചെയ്യണം. നിങ്ങൾ മുകളിലെ എല്ലാവരെയും 10 കൊണ്ട് ഗുണിച്ചെങ്കിൽ താഴെ 10 കൊണ്ട് ഹരിക്കുക. നിങ്ങളെ മുകളിലെ എല്ലാവരെയും 100 കൊണ്ട് ഗുണിച്ചെങ്കിൽ താഴെ 100 കൊണ്ട് ഹരിക്കുക. നിങ്ങളെ മുകളിലെ എല്ലാവരെയും 1000 കൊണ്ടാണ് ഗുണിച്ചതെങ്കിൽ താഴെ 1000 കൊണ്ട് ഹരിക്കുക. ഇവിടെ നിങ്ങൾ മുകളിൽ എല്ലാവരെയും 100 കൊണ്ട് ഗുണിച്ചു. അപ്പൊ താഴെ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഹരിക്കണം. 100 കൊണ്ട് ഹരിക്കണം. ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കാൻ 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിട്ടാ പോരെ. അപ്പോൾ 350-നെ 100 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിട്ടാൽ 350-ന്റെ 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിടുവാണെങ്കിൽ എന്ത് വരും? 3.5 എന്ന് വരും ഇതിന്റെ ഫൈനൽ ആൻസർ. അത്തരത്തിലെ ഒരു ഓപ്ഷൻ നമുക്കിവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ ക്വസ്റ്റ്യന് ഡിലീറ്റ് ആയി പോയൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ദശാംശ സംഖ്യകളുടെ LCM കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ HCF കണ്ടുപിടിക്കാനോ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അതിനെ എണ്ണൽ സംഖ്യകളാക്കി മാറ്റുക. എന്നിട്ട് അതിന്റെ LCM അല്ലെങ്കിൽ HCF കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ മുകളിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണോ ചെയ്തത് അതിന്റെ റിവേഴ്സ് അഡ്ജസ്റ്റ്മെന്റ് താഴെ ചെയ്യുമ്പോൾ നമുക്ക് ആ സംഖ്യകളുടെ LCM അല്ലെങ്കിൽ HCF കൃത്യമായിട്ട് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. സോ അത്രയും കാര്യങ്ങളാകുമ്പോഴത്തേക്ക് ആ ഒരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിലെ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ വരാൻ പോകുന്ന 10th മെയിൻസിന്റെ പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്സിനകത്തെ കുറെ അധികം ചോദ്യങ്ങളാണ് ക്ലാസ്സിലെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. സോ ഒരു ചോദ്യം കണ്ടിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതി അവസാനിപ്പിക്കണം എന്നുകൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് വരാൻ പോകുന്ന 10th മെയിൻസിന്റെ പരീക്ഷ വരെ തുടർച്ചയായിട്ട് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട മാത്സിന്റെ ചോദ്യങ്ങളെല്ലാം ക്ലാസ്സിലെ പരിചയപ്പെടുത്തുന്നതിന്റെ തുടർച്ച എന്നോണം ഈ ഒരു ക്ലാസ്സിനെ കണ്ടാൽ മതി. സോ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വിരളിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തേണ്ടത്, ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന ഈ സെക്രട്ടേറിയറ്റ് OAയുടെ പരീക്ഷയ്ക്ക് നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏത് സിലബസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഇനിയുള്ള ദിവസങ്ങളെ എങ്ങനെ കൃത്യമായിട്ട് പഠിക്കണം, ഏത് മേഖലകൾക്കാണ് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുൾപ്പെടെയുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യുവാൻ വേണ്ടിയിട്ട് 28-ാം തീയതി ഏപ്രിൽ 28-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് നമ്മളൊരു ഫ്രീ വെബിനാർ ക്ലാസ് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു വെബിനാർ സെഷനിൽ നമ്മൾ പരമാവധി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുൾപ്പെടെയുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ലൈവായിട്ട് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ടുള്ള ഡയറക്ഷൻ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാവുന്നതാണ്. സോ ഈ ഒരു സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ താഴെ നമ്മൾ ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ ലിങ്ക് നമ്മൾ ഗ്രൂപ്പിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. സോ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റി, ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്തേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ബോർഡ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു വെബിനാറിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. സോ വലിയൊരു സാധ്യതയാണ്, അതുകൂടി നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് എങ്ങനെ കൃത്യമായ ഡയറക്ഷൻ കിട്ടണം എന്ന് ചിന്തിക്കുന്നവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഈ ഒരു വെബിനാർ സെഷൻ പരമാവധി നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ
നമ്മുടെ 10th മെയിൻസിന്റെ ഏറ്റവും പുതിയ ബാച്ചുകൾ ക്രാഷ് ലെവലില് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ മാത്രം പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവസരങ്ങളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 2025 നിങ്ങളുടെ സ്വപ്ന ജോലി യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷനോട് വൈൻഡപ്പ് ചെയ്യുന്നു. സോ എല്ലാവർക്കും വിജയാശംസകൾ. അടുത്ത വീഡിയോയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. ബൈ.